ഹേയ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വിഷയം ഫോൺ. ഈ ചെറിയ ഫോണിന് വലിയ തോതിൽ ആരാധകരുമുണ്ട്, വിമർശകരുമുണ്ട്. എന്നാൽ അതിന്റെ സത്യസന്ധമായ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. ഫോൺ എന്തുകൊണ്ടാണ് ഇത്ര ജനപ്രിയം? 1. മികച്ച നിർമ്മാണ ഗുണമേന്മ. ഫോൺ കയ്യിൽ പിടിച്ചാൽ തന്നെ അതിന്റെ പ്രീമിയം അനുഭവം മനസ്സിലാക്കാം. ഗ്ലാസ്, അലുമിനിയം ബോഡി, സുരക്ഷിതമായ സെറാമിക് ഷീൽഡ്, വെള്ളം കയറാത്ത അബിഡേറ്റിംഗ് എല്ലാം ചേർത്ത് അതിന്റെ തരംമറയാത്ത ക്വാളിറ്റി ഉറപ്പാക്കുന്നു. 2. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലളിതത്വവും സുരക്ഷയും. എത്ര വർഷം ഉപയോഗിച്ചാലും ഫോൺ മന്ദഗതിയാകില്ല. പ്രൈവസി, സുരക്ഷ ഇവ വളരെ ഉന്നതമായതുകൊണ്ട് വൈറസുകൾ വരാനുള്ള സാധ്യത വളരെ കുറവ്. 3. ക്യാമറ പകർത്തിയാൽ തന്നെ മനോഹരമായ ചിത്രങ്ങൾ. ഫോണിന്റെ ചിത്രസംസ്കരണം അതിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. സിനിമാറ്റിക് മോഡ്, നൈറ്റ് മോഡ്, പ്രോറോ, ഫോട്ടോ വീഡിയോ പ്രേമികൾക്ക് അത്യുജ്വലമായ അനുഭവം. 4. ആപ്പിൾ ഇക്കോസിസ്റ്റം കൃത്യമായ സംയോജനം. മാക്ബുക്ക്, അപാഡ്, എയർപോഡ്സ്, ആപ്പിൾ വാച്ച് എന്നിവ ഒത്തുചേരുമ്പോൾ ഒരുപാട് നൂതന സവിശേഷതകൾ അനുഭവപ്പെടും. എയർഡ്രോപ്പ്, ഹാൻഡ് ഓഫ്, യൂണിവേഴ്സൽ ക്ലിപ്ബോർഡ് എന്നിവ എല്ലാം വളരെ സുഗമമായി പ്രവർത്തിക്കും. 5. പുനർവിൽപ്പന മൂല്യം വാങ്ങിയ ശേഷം വിലക്കുറവ്. മറ്റേതെങ്കിലും ഫോണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫോൺ വില അത്രയേറെ ഇടിയില്ല. പഴയ ഫോൺ വിൽക്കുമ്പോഴും നല്ല വില ലഭിക്കും. എന്നാൽ ഫോൺ പരിപൂർണമാണോ? 1. വില വളരെ ചെലവേറിയതാണ്. മിക്ക ആളുകൾക്കുള്ള പ്രധാന പ്രശ്നം ഇതാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ആൻഡ്രോയിഡ് ഫോണിന്റെ വിലയേക്കാൾ ഇരട്ടിയോളം വില വരും. 2. ചാർജർ ഇല്ല. ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. 1,00,000 രൂപയ്ക്ക് ഫോൺ വാങ്ങിയാൽ അതിനൊപ്പം ചാർജർ കിട്ടില്ല. ഇത് ആപത്കരമെന്ന് ചിലർ പറയുന്നു. അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതും ഒരു കുറവായി തോന്നുന്നവരുണ്ട്. 3. ഇഷ്ടാനുസൃത മാറ്റങ്ങൾ കുറവ്. ആൻഡ്രോയിഡ് പോലെ തീം മാറ്റൽ, ഐക്കൺ പാക്കുകൾ, ലോഞ്ചറുകൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ കഴിയില്ല. ഫോൺ സോഫ്റ്റ്വെയർ അത്ര അനുസരിക്കാനാവുന്നതല്ല. 4. ബാറ്ററി ആയുസ് പരിഗണിക്കേണ്ട ഒരു കാര്യം. ശക്തമായ പ്രോസസ്സിംഗ് ഉണ്ടെങ്കിലും ബാറ്ററി എത്രത്തോളം നീണ്ടുനിൽക്കുമെന്നത് ആശങ്കാജനകമാണ്, പ്രത്യേകിച്ച് പ്രോ മോഡലുകൾ ഉപയോഗിക്കുന്നവർക്ക്. 5. അറ്റകുറ്റപ്പണിയുടെ ചെലവ് അതിശയിപ്പിക്കുന്ന വില. ഫോണിന്റെ സ്ക്രീൻ, ബാറ്ററി, ക്യാമറ എന്നിവ ഒടിഞ്ഞുപോയാൽ പരിശോധനയ്ക്കുള്ള ബിൽ തന്നെ ഞെട്ടിക്കും. മൊത്തത്തിൽ ഫോൺ വാങ്ങണോ ഇല്ലേ? നിങ്ങൾക്ക് സുരക്ഷ, ക്യാമറ ഗുണമേന്മ, മികച്ച പ്രവർത്തനം, ആപ്പിൾ ഇക്കോസിസ്റ്റം എന്നിങ്ങനെ പ്രാധാന്യമുണ്ടെങ്കിൽ ഫോൺ മികച്ച ഏതംഡാഡ്. നിങ്ങൾ ബജറ്റ് സൗഹൃദം, കൂടുതൽ ഇഷ്ടാനുസൃത മാറ്റങ്ങൾ, ചാർജർ അടങ്ങിയ പാക്കേജ്, ദീർഘായുസ് ബാറ്ററി എന്നിവ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകൾ പരിഗണിക്കാം. അവസാന വാക്കുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് തക്കൊരു ധാരണയാകുമല്ലോ. ഫോൺ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കിടിലൻ ടെക് വിഷയം കൂടി ചർച്ച ചെയ്യാം. വീണ്ടും കാണാം.